ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർ രക്ഷിക്കപ്പെട്ടവരാ? എന്നെ നിങ്ങളുടെയൊക്കെ നോട്ടം കണ്ടിട്ട് സംഗതിയൊക്കെ കൊള്ളാം, ഇവിടെ ആ ചോദ്യം വേണ്ട. പണ്ട് ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഞങ്ങൾ അച്ഛന്മാർ 2 കാര്യത്തിനേ പോകത്തുള്ളൂ, പിരിക്കിനും ഭക്ഷണം കഴിക്കാനും. ഇതിനല്ലാതെ ഞങ്ങളെ ബാക്കി സമയം ഞങ്ങൾ ഇരിക്കുമല്ലേ, ഷാർജയിൽ ഇരിക്കുവാണ്. അപ്പൊ ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ അപ്പച്ചൻ എനിക്ക് ബീഫ് വിളമ്പി തരിക. അച്ഛാ നല്ല ബീഫാ, ഞാൻ അങ്ങ് ഓച്ചറ ചന്തയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന എന്നൊക്കെ പറഞ്ഞ അപ്പച്ചൻ ഇങ്ങനെ അങ്ങ് വിളമ്പി നല്ല ബീഫാണ്, ഫാറ്റ് ഇല്ലാത്ത ബീഫാണ്, അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകം വേറെ മൂരിയുടെ ഒരു ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്ന എന്നൊക്കെ പറഞ്ഞ അപ്പച്ചൻ ഇങ്ങനെ കാര്യമായിട്ട് എനിക്ക് അങ്ങ് സെർവ് ചെയ്യുക. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ അപ്പച്ചൻ ഒരല്പം പോലും ബീഫ് എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതന്നെ അപ്പച്ച, അത് ബീഫ് ഹെൽത്തിന് നല്ലതല്ലെന്ന്. രക്ഷയൊക്കെ കൊള്ളാം, പക്ഷെ ചോദ്യമൊന്നും, രക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നൊന്നും അച്ഛൻ ഞങ്ങളോട് ചോദിക്കണ്ട. ഇത് ഞാൻ ചോദിക്കും, എന്തായാലും വെള്ളിയാഴ്ച തിരിച്ചു പോകണമല്ലോ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേർ രക്ഷിക്കപ്പെട്ടവരാ? ഈ ചോദ്യം ഞാൻ ഈ ധ്യാനം അവസാനിക്കുമ്പോൾ വീണ്ടും ചോദിക്കും. ഇപ്പോഴത്തെ നിങ്ങളുടെ ഉത്തരം തന്നെ ആവട്ടെ അവസാനത്തെയും ഉത്തരം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്. ഒന്ന് പാസ്റ്റ് ടെൻസ്, ഒന്ന് പ്രസന്റ് ടെൻസ്, 3 ഫ്യൂച്ചർ ടെൻസ്. രക്ഷയ്ക്ക് ഒരു ഭൂതകാലമുണ്ട്, രക്ഷയ്ക്ക് ഒരു വർത്തമാനകാലമുണ്ട്, രക്ഷയ്ക്ക് ഒരു ഭാവി കാലമുണ്ട്. The past tense of salvation is called justification or reconciliation. രക്ഷയുടെ ഭൂതകാലത്തിന് പറയുന്ന പേരാണ് നീതീകരണം അല്ലെങ്കിൽ അനുരഞ്ജനം. ഇത് രണ്ടും പൗലോസ് മാറി മാറി ഉപയോഗിക്കുന്നു. രക്ഷയുടെ വർത്തമാനമാണ് വിശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ. The present tense of salvation is called sanctification. രക്ഷയ്ക്ക് ഒരു ഭൂതകാലമുണ്ട്, ഒരു ഭാവി കാലമുണ്ട്. The future tense of salvation is called glorification. അതുകൊണ്ട് രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്. വിശുദ്ധീകരണം, നീതീകരണം അഥവാ ജസ്റ്റിഫിക്കേഷൻ, വിശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ, മഹത്വീകരണം അഥവാ ഗ്ലോറിഫിക്കേഷൻ. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത് എന്ന് അറിയണമെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള വേദപുസ്തകത്തിന്റെ ധാരണ, അല്ലെങ്കിൽ വേദപുസ്തകം പാപത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് അറിയാതെ രക്ഷ എന്താണെന്ന് അറിയാൻ പ്രയാസം. നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു പുസ്തകം ശുപാർശ ചെയ്യുകയാണ്. അത് വായിക്കുന്നത് വളരെ നല്ലതാണ്. സിൻ: എ ഹിസ്റ്ററി. ഗാരി ആൻഡേഴ്സൺ എഴുതിയ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. സിൻ: എ ഹിസ്റ്ററി ബൈ ഗാരി ആൻഡേഴ്സൺ, ഫോർട്രസ് പ്രസ്, ഫിലാഡൽഫിയ. ഈ പുസ്തകത്തിൽ ഗാരി ആൻഡേഴ്സൺ പറയുന്ന ഒരു കാര്യമുണ്ട്. പാപത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ഉള്ള ധാരണ ഒന്നല്ല, പലതാണ്. എന്തിന്? നമ്മുടെ പാട്ടുകളിൽ പോലും പാപത്തെക്കുറിച്ചുള്ള ധാരണകൾ വളരെ കൂടുതലാണ്, വ്യത്യസ്തങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മുടെ പാട്ടുകളിൽ തന്നെ പാപത്തെ നാം കറ, സിൻ ആസ് സ്റ്റെയിൻ. ഉദാഹരണത്തിന് നമ്മുടെ പാട്ടുകൾ തന്നെ, ഒരു പാട്ട് തന്നെയുണ്ട്, പാപത്താൽ എന്നിൽ വന്ന ശാപ. അടുത്ത ആ വാക്ക് എന്താണ്? കറ. അപ്പൊ നമ്മുടെ ക്രിസ്തീയ കീർത്തനങ്ങളിൽ, നമ്മുടെ പാട്ടുകളിൽ തന്നെ പാപത്തെ മനസ്സിലാക്കാൻ നാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെറ്റഫർ, ഒരു രൂപകം, സിൻ ആസ് സ്റ്റെയിൻ. പാപം എന്ന് പറയുന്നത് ഒരു കറ എന്നാണ്. വീണ്ടുമുണ്ട്, പാപക്കറ നീക്കുമാതിൽ
കുഞ്ഞിലെ ഞാൻ നല്ലപോലെ പാടുമായിരുന്നു, ഇപ്പം സാധകം ചെയ്യാത്തതുകൊണ്ടാണ്. അവിടെയും ഉപയോഗിച്ച് ഇതെല്ലാം നമ്മൾ ക്രിസ്തീയ കീർത്തനങ്ങളിൽ എപ്പോഴും പാടുന്നതാണ്. അതുകൊണ്ട് വേദപുസ്തക ചരിത്രം, അതുകൊണ്ടാണ് ഗാരി ആൻഡേഴ്സൺ പറയുന്നത് സിൻ കോളൻ എ ഹിസ്റ്ററി. ദർ ഈസ് എ ഹിസ്റ്ററി ബിഹൈൻഡ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിൻ ഇൻ ദ ബൈബിൾ. അതുകൊണ്ട് ഒരു അറിവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റഫർ മാത്രമല്ല പാപത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ എന്റെ പാപമെല്ലാം കഴുകി എന്ന് ഞാൻ പറയുമ്പോൾ അത് വേദപുസ്തകത്തിലെ പല അറിവുകളിൽ ഒന്ന് മാത്രമാണ്. അതെന്താണ്? പാപം കറയാണെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് അത് കഴുകിക്കളയലാണ്. 2, പാപം എന്ന് പറയുന്നത് ഒരു ഭാരമാണ്. സിൻ ആസ് വെയിറ്റ് ഓർ ബേർഡൻ. പാപഭാരത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫർ എന്താണ്? ഭാരം. അപ്പോൾ പാപം എന്ന് പറയുന്നത് ഒരു കറ ആണെങ്കിൽ അതിന്റെ വിശദമായ പ്രതിപാദ്യം ഞാൻ ഈ പറഞ്ഞ ഗാരി ആൻഡേഴ്സന്റെ പുസ്തകത്തിലുണ്ട്. അതൊരു 200-250 പേജുള്ള വളരെ വലിയ പുസ്തകമാണ്. അത് മുഴുവൻ വിശദീകരിക്കാൻ അതിന് ഇഷ്ടം പോലെ വേദപുസ്തക റെഫറൻസസും ആ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. കാശ് കൊടുത്ത് പുസ്തകം വാങ്ങിക്കണം. അപ്പോൾ പാപം എന്ന് പറയുന്നത് കറയാണ്. പാപത്തെ കറയായി ആണ് നാം മനസ്സിലാക്കുന്നതെങ്കിൽ, ഇഫ് യു അണ്ടർസ്റ്റാൻഡ് സിൻ ആസ് സ്റ്റെയിൻ, then salvation means washing your stain. ഇനിയും if you understand sin as burden or weight, then salvation means your burdens are lifted off. അങ്ങനെ ഒരു ഇംഗ്ലീഷ് കോറസ് തന്നെയുണ്ട്, burdens are lifted off on Calvary. അതുകൊണ്ട് ഭാരം, വെയിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ വേദപുസ്തകത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. പൗലോസ് ഈ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കായീൻ പറയുന്നുണ്ട്, എന്റെ പാപം എനിക്ക് അതിഭാരമായിരിക്കുന്നു. ദ വെയിറ്റ് ഓഫ് സിൻ ഈസ് ടു ഹെവി ഫോർ മീ. അവിടെയും പാപത്തെ എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു ഭാരം അല്ലെങ്കിൽ ഒരു ബേർഡൻ എന്നായിട്ടാണ്. പാപത്തെ വിശേഷിപ്പിക്കാൻ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു രൂപകം, പാപം എന്ന് പറയുന്നത് കടമാണ്. സിൻ ആസ് ഡെറ്റ്. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻ കടങ്ങൾ തീർത്തന്റെ. അവിടെ പാപം എന്ന് പറയുന്നത് എന്താണ്? കടമാണ്. ക്രിസ്തീയ കീർത്തനം 224 പാപക്കടം തീർക്കുവാൻ എന്ന് പറഞ്ഞ വളരെ വിശ്വപ്രസിദ്ധമായ പാട്ട്. അപ്പോൾ അവിടെ പാപത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് കടം എന്നാണ്. അതുകൊണ്ട് വേദപുസ്തകം, പ്രത്യേകിച്ച് പഴയ നിയമം വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിധത്തിൽ മാത്രമല്ല, പല വിധത്തിൽ പാപത്തെ പഴയ നിയമം മനസ്സിലാക്കിയിട്ടുണ്ട്. പാപത്തെ കറയായും, പാപത്തെ ഭാരമായും, പാപത്തെ കടമായും. അതുകൊണ്ടാണ് കുരിശിൽ അവൻ നമ്മുടെ കടമെല്ലാം വീട്ടി എന്ന് നാം പറയുന്നു. ഞാനത് പുറകെ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ നമ്മുടെ കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ തന്നെ പാപത്തെ കടമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ കടം ഇളച്ചു കിട്ടിയ മനുഷ്യരെ കുറിച്ചുള്ള ഒരു രസകരമായിരിക്കുന്ന ഉപമയുണ്ട്. അവിടെ എന്താണ് ദൈവത്തിന്റെ ക്ഷമ എന്ന് പറയാനാണ് അവിടെ കടം എന്ന സാദൃശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലും പ്രത്യേകിച്ചും പാപത്തെ പ്രധാനമായും 3 വിധത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പാപം കറയാണ്, പാപം ഭാരമാണ്, പാപം കടമാണ്. അത് ഭാരമായാലും കറയായാലും കടമായാലും നമ്മൾ എങ്ങനെയാണോ പാപത്തെ മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചാണ് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള മനസ്സിലാക്കലും സംഭവിക്കുന്നത്. ഇതിന്റെ എല്ലാം വളരെ കൃത്യമായ ഒരു വിവരണം ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പാപ പരിഹാര ദിവസം ഇസ്രായേൽ മക്കൾ എല്ലാവരും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി വരും. അങ്ങനെ കൂടി വരുന്നതായ സമയത്ത്
2 ആട്ടിൻകുട്ടിയെ കൊണ്ടുവരും. ഒന്നിനെ കൊല്ലും, ഒന്നിനെ ബലിയാടാണെന്നും പറയും. സാക്രിഫിഷ്യൽ ആനിമൽ ആൻഡ് സ്കേപ്പ് ആനിമൽ. സാക്രിഫിഷ്യൽ ഗോട്ട് ആൻഡ് സ്കേപ്പ് ഗോട്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒരുപക്ഷെങ്കിൽ പഴയ നിയമത്തിൽ പാപത്തെക്കുറിച്ചുള്ള എല്ലാ മനസ്സിലാക്കലുകളെയും ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ പാപപരിഹാര യാഗത്തിൽ നമുക്ക് സംക്ഷേപിക്കാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, പാപപരിഹാര ദിവസം എന്ത് സംഭവിക്കും? 2 ആട്ടിൻകുട്ടികളെ കൊണ്ടുവരും. അതിൽ ഒന്നിനെ കൊല്ലും. കൊന്നിട്ട് അതിന്റെ രക്തം എന്തു ചെയ്യും? യാഗപീഠത്തിൽ തളിക്കും. ഇനിയും 2ാമത്തെ ആട്ടിൻകുട്ടിയെ എന്താണ് ചെയ്യുന്നത്? അഹരോൻ ജനത്തിനു വേണ്ടി പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ജനത്തിന്റെ പാപം മുഴുവൻ ഈ കൊല്ലാതിരിക്കുന്ന ആട്ടിൻകുട്ടിയുണ്ടല്ലോ അതിന്റെ പുറത്ത് വെക്കും. എന്നിട്ട് ഈ ആട്ടിൻകുട്ടിയെ മരുഭൂമിയിലേക്ക് പറഞ്ഞുവിടും. സിൻ ഗോസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിൻ. എന്തുകൊണ്ടാണ് ഇതിനെ മരുഭൂമിയിലേക്ക് വിടുന്നത്? യഹൂദന്മാർ വിശ്വസിക്കുന്നത് മരുഭൂമി, വിൽഡർനെസ് ഇസ് ബിയോണ്ട് ദ റീച്ച് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ദൃഷ്ടി എത്താത്ത സ്ഥലമാണ് മരുഭൂമി. അതുകൊണ്ട് ഈ പാപത്തെ അവരെങ്ങോട്ട് പറഞ്ഞുവിടും? ഇത് ഇസ്രായേൽ മക്കളുടെ വിശ്വാസത്തെക്കുറിച്ച്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഞാൻ ഈ പറയാൻ വരുന്നത്. അപ്പോ 2 കാര്യങ്ങളാണ് പാപപരിഹാര ദിവസത്തിൽ സംഭവിക്കുന്നത്. ഒന്ന്, ഒരാട്ടിൻകുട്ടിയെ കൊന്ന് അതിന്റെ രക്തം യാഗപീഠത്തിൽ തളിക്കും. 2, 2ാമത്തെ ആട്ടിൻകുട്ടിയുടെ പുറത്ത് ജനത്തിന്റെ പാപമെല്ലാം വെച്ച് ഈ ആട്ടിൻകുട്ടിയെ എങ്ങോട്ട് പറഞ്ഞുവിടും? ഇസ്രായേൽ മക്കൾ വിശ്വസിക്കുന്നത് സിൻ cannot be annihilated, it can only be carted away. പാപത്തെ പൂർണ്ണമായും നശിപ്പിക്കാനാവില്ല, മറിച്ച് യു ക്യാൻ സെൻഡ് സിൻ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിൻ. മരുഭൂമിയിൽ നിന്നാണ് പാപം വരുന്നത്. അതുകൊണ്ട് എങ്ങോട്ട് തന്നെ പാപത്തെ വിടും? മരുഭൂമിയിലേക്ക് തന്നെ വിടും. ഈ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം യേശു ക്രിസ്തുവിന്റെ മരണത്തെ മനസ്സിലാക്കാൻ. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ 2 ആട്ടിൻകുട്ടികളെ കുറിച്ച് പറയുന്നെങ്കിൽ ഇത് രണ്ടും യേശു ക്രിസ്തുവിൽ ഒന്നായിത്തീരുകയാണ്. അവന്റെ രക്തം നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നു. എന്നാൽ അത് രണ്ടാമത് ഓർക്കേണ്ടത്, യേശു ക്രിസ്തു മരിക്കുന്നത് പാളയത്തിന് പുറത്താണ്. അവൻ നമ്മുടെ പാപമെല്ലാം, അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ നമ്മുടെ നിന്ന വഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോയി. അപ്പോൾ ഒരേ സമയം അവൻ കൊല്ലപ്പെടുന്നയാടും, അതേസമയം തന്നെ അവൻ എന്താണ്? ബലിയാടുമാണ്. കൊല്ലപ്പെടുന്നയാടും സ്കേപ്പ് ഗോട്ടുമായി യേശു ക്രിസ്തു രൂപാന്തരപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു പഴയ നിയമ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം യേശു ക്രിസ്തുവിന്റെ മരണത്തെ മനസ്സിലാക്കാൻ. ആവട്ടെ, നമുക്ക് ഇതിന്റെ ഇന്നത്തെ വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. പഴയ നിയമത്തിൽ പാപത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്, 3-ാം അധ്യായം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആദമും ഹവ്വയും അവർ രണ്ടും വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിക്കുക. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം അവരുടെ അടുക്കൽ വരും തോട്ടത്തിൽ. അതെന്തുകൊണ്ടാണ് ഈ വെയിലാറുമ്പോൾ വരുന്നത്? വെയിലുള്ളപ്പം വന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കുക. അതൊക്കെ വികാരിമാരോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ വെയിലാറുമ്പോൾ തോട്ടത്തിൽ വരും. ചായയും ആരോറൂട്ട് ബിസ്ക്കറ്റും. ആരോറൂട്ട് തന്നെ കണ്ടുപിടിച്ചത് മർത്തോമാക്കാരുടെ ദേശീയ ബിസ്ക്കറ്റാണ് ആരോറൂട്ട്. ദേശീയ പഴം ഏതാണെന്നറിയാമോ? പാളയംകോടൻ പഴം. ദേശീയ പായസം സേമിയ പായസം. കാരണം നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു പായസം സേമിയ പായസം. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ചായയും ആരോറൂട്ട് ബിസ്ക്കറ്റും ഒക്കെ കഴിക്കാൻ വരും. അവർ സന്തോഷമായി കഴിയും, വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. ഒരിക്കൽ പോലും ആദമനും ഹവ്വയ്ക്കും ദൈവത്തെ ഭയം തോന്നിയില്ല. ദൈവത്തോടൊപ്പം ഇരിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തോടാണ് സംസാരിക്കുന്നതെന്ന് ആദമും ഹവ്വയും ഓർത്തിരുന്നിട്ടില്ല. പാപം ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഭയം ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ഒരു ദിവസം വളരെ പെട്ടെന്ന് വന്ന് ഒരു പാമ്പ്
ഏദൻ തോട്ടത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, രക്ഷിക്കപ്പെടണ്ടേ? അങ്ങനെ കയറി വരുന്നു. ചിലർക്ക് നിർബന്ധമാണ് നമ്മളെ രക്ഷിച്ചേ അടങ്ങുമെന്ന്. ചേട്ടാ, നമുക്കുള്ളതിനേക്കാൾ താല്പര്യം നമ്മുടെ കാര്യത്തിൽ നാട്ടുകാർക്ക്. ഇത് എല്ലാ കാലത്തും ഉണ്ട്. ഒരു കാര്യം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, ആദം ഇല്ലാത്ത സമയത്തെ ഈ പാമ്പ് വരൂ എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ പാമ്പിന്റെ ഒരു പ്രത്യേകത അങ്ങനെ, ആണുങ്ങളുള്ള വീട്ടിൽ കയറുകയല്ല. അതാണ് ഈ പാമ്പ്. ഇതാണ് പാമ്പെന്ന് പറയുന്നത്. ഇതാവണവട. ആദം എവിടെയോ പോയിരിക്കുക, വല്ല കൂട്ടായ്മയ്ക്ക് പോയിരിക്കുമായിരിക്കും, അല്ലെ പള്ളിയുടെ ട്രസ്റ്റ് വല്ലതും ആയിരിക്കും. അങ്ങനെ പോയ സമയത്തായിരിക്കും ഏതായാലും ആര് കയറി വന്നു? പാമ്പ്. എന്നിട്ട് ചോദിക്കുക, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, നമുക്കൊന്ന് രക്ഷിക്കപ്പെടണ്ടേ? അപ്പൊ ഇതുവരെ മനുഷ്യനായിരിക്കുന്നത് ഒരു പോരായ്മയായി ആദമിന് ഹവ്വയ്ക്കും തോന്നിയിട്ടില്ല, പ്രത്യേകിച്ച് ഹവ്വയ്ക്ക്. അപ്പോൾ പറയാ, അങ്ങനല്ല, രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താണ്? ഈ വിലക്കപ്പെട്ടിരിക്കുന്ന പഴം പറിച്ച് തിന്നണം. പറിച്ചു തിന്നു. കഥ വിശദീകരിക്കുന്നില്ല. പെട്ടെന്ന് അവരുടെ കണ്ണു തുറന്നു. ആ സമയത്താണ് വൈകുന്നേരമായി. ആര് വരുന്നു? ദൈവം വരുന്നു. ദൈവം വരുന്നു എന്ന് കേട്ടപ്പോൾ ആദമും ഹവ്വയും, ഈ ഹവ്വയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് എന്താ ചെയ്തു? താൻ കഴിച്ചതിന്റെ പകുതി ആർക്ക് കൊടുത്തു? ഇവര് തരുന്നതൊക്കെ മുഴുവൻ വാങ്ങിച്ച് വിഴുങ്ങില്ലേ. ഞാനും രക്ഷിക്കപ്പെട്ടു, എന്റെ അച്ചായനെ കൂടെ കൊണ്ടുപോകണം, തന്നെ അങ്ങ് പോയാൽ പോരെ. അപ്പൊ അച്ചായനും കൊടുത്തു. എന്തോതിന്റെ ബാക്കി? ആപ്പിളിന്റെ ബാക്കി. അച്ചായനല്ലേ, ചുമ്മാ കിട്ടിയതല്ലേ, വാങ്ങിച്ചു കഴിച്ചു. ആപ്പിളെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, കണ്ണു തുറന്നു. അപ്പൊ ആര് വരുന്നു? ദൈവം വരുന്നു. ദൈവം വരുന്നുവെന്ന് കേട്ടപ്പോൾ ആദമും ഹവ്വയ്ക്കും പേടിയായി. സാധാരണ ദൈവം വരുന്നുവെന്ന് കേൾക്കുമ്പോൾ അവർ ഓടി ഒളിക്കാറില്ല. അവർ ഓടിച്ചെന്ന് ദൈവത്തെ കെട്ടിപ്പിടിക്കും. ദൈവത്തിനൊരു ചക്കര ഉമ്മയൊക്കെ കൊടുക്കും. ഇവിടെ ഷാർജയിലായോണ്ട് ചിലപ്പം ഈന്തപ്പനയുടെ ഉമ്മയായിരിക്കും കൊടുക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യം ദൈവം വരുന്നു എന്ന് കേട്ടപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ ഓടി ഒളിക്കുന്നു. അവര് മറഞ്ഞിരിക്കുക. ആദമും ഹവ്വയുമാണ് ഈ സാറ്റുകളി കണ്ടുപിടിച്ചത്. അപ്പം സൺഡേ സ്കൂൾ അധ്യാപകർ ജനറൽ നോളജിന്റെ ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് ഈ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കണ്ടുപിടിച്ചത്? ആരാ കണ്ടുപിടിച്ചത്? ആദമും. ഉണ്ടോ? ഇതുവരെ ഒന്നും മനസ്സിലായില്ലെങ്കിലും അത്രയെങ്കിലും. അതുകൊണ്ട് ഇനി എന്ന് സൺഡേ സ്കൂൾ ടീച്ചർ ചോദിച്ചാലും എന്ത് പറയണം? ആരാ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കണ്ടുപിടിച്ചേ? ആദമും ഹവ്വയും. അപ്പോൾ ഇവിടെ എന്താ? അപ്പോൾ പാപം എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടലാണ്. ദൈവം ഭയപ്പെടാനുള്ള ഒരാളല്ല, ദൈവത്തെ സ്നേഹിക്കാനുള്ളതാ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സ്നേഹമുള്ളിൽ വരുമ്പോൾ ഭയം പുറത്താകും. എന്താണ് വാട്ട് ഈസ് ഫോൾ? എന്താണ് പാപം എന്ന് പറയുന്നത്? ദൈവത്തെ ഭയപ്പെടാനുള്ളവനല്ല, ദൈവത്തെ സ്നേഹിക്കാനുള്ളവനാണ്. എന്നാൽ ദൈവത്തെ മനുഷ്യൻ സ്നേഹിക്കേണ്ടതിന് പകരം ഭയപ്പാടിലേക്ക് വരുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് കൂടുതൽ 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 മാറിപ്പോവുകയാണ്. ദൈവം അവന് ഒരു ഭയ കാരണമായി മാറുകയാണ്. യേശുക്രിസ്തുവിൽ ഈ ഭയം മാറുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, നമുക്കേതു നേരത്തും അവന്റെ കൃപാസനത്തിന്റെ അടുക്കൽ എങ്ങനെ വരാം? ധൈര്യത്തോടെ കടന്നു വരാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏദനിൽ ആദമും ഹവ്വയും അനുഭവിച്ച ഭയം, ഏദനിൽ അവർ ദൈവത്തെ സ്നേഹിക്കേണ്ടതിന് പകരം ഭയപ്പെട്ടുവെങ്കിൽ അത് പാപത്തിന്റെ ലക്ഷണമാണ്. ഇനി പാപത്തിന്റെ രണ്ടാമത്തെ ലക്ഷണം എന്താണെന്നറിയാമോ? നാണം. നിങ്ങൾക്കറിയാമോ ആദ്യത്തെ ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങിയത് ഏദൻ തോട്ടത്തില്? എംബ്രോയിഡറി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഇത് മുഴുവൻ കണ്ടുപിടിച്ചത് ആരാ? അതുകൊണ്ട് പാപത്തിന് മുൻപ് മനുഷ്യൻ വസ്ത്രം ധരിക്കത്തില്ല. അതുകൊണ്ടാണ് വെള്ളമടിച്ച് ബോധം പോകുമ്പം തുണിയൊക്കെ പോകുന്നത്. കാരണം പിന്നെ പാപമില്ലല്ലോ. നമ്മുടെ പിള്ളേർക്കൊക്കെയാണ് ഇപ്പൊ പാപം ഇല്ലാത്തതുകൊണ്ടായിരിക്കും തുണിയുടെ ഇറക്കം കുറഞ്ഞു വരിക. ഒരു പാപമില്ലാത്തൊരവസ്ഥയിലേക്ക് അവരങ്ങ് ഉയരുകയാണ്. നമ്മുടെ ഈ ഒരു 1.5 അല്ലെങ്കിൽ 1 വയസ്സ് 1.5 വയസ്സുള്ള കുട്ടികൾക്ക് നമ്മുടെ മുൻപിൽ കൂടെ വസ്ത്രമില്ലാതെ നടക്കാൻ അവർക്ക് നാണമില്ല.
കാരണം സ്വന്തം ശരീരത്തെക്കുറിച്ച് ലജ്ജിക്കുന്ന ഭൂമിയിലെ ഏക ജീവി മനുഷ്യനാണ്. സ്വന്തം ശരീരമെന്ന് പറയുന്നത് ലജ്ജിക്കേണ്ട വസ്തുവായി അവന് തോന്നിയത് പാപത്തിന് ശേഷമാണ്. അതുകൊണ്ട് പാപത്തിന്റെ പ്രശ്നം ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ ഉണ്ടാകുന്നത് മാത്രമല്ല, സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ധാരണ പോലും വികലമാവുകയാണ്. അതുകൊണ്ട് ഏദനിൽ ദൈവത്തെ സ്നേഹിക്കേണ്ട ആദമും ഹവ്വയും ദൈവത്തെ ഭയപ്പെടാൻ തുടങ്ങി. ഭയമുണ്ടായപ്പോൾ കൂടുതൽ കൂടുതൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാൽ യേശുക്രിസ്തു എന്താ ചെയ്യുന്നത്? യേശുക്രിസ്തു പറയുന്നു, ഭയമല്ല വേണ്ടത്, പിന്നെന്താണ്? ഞാൻ സ്നേഹമാണ്. ഇനി നിങ്ങൾ ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ ഞാൻ ഏദനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതാണ് സംഭവിക്കുന്നത്. കാരണം ഒരു പൂന്തോട്ടത്തിൽ വെച്ച്, ഒരു തോട്ടത്തിൽ വെച്ചിട്ടാണ് ദൈവം മനുഷ്യനെ ഭയപ്പെടാൻ ആരംഭിച്ചതെങ്കിൽ, അതേ തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യനോട് പറയുകയാണ്, ദൈവത്തെ ഭയപ്പെടാനുള്ളവനല്ല, ദൈവം സ്നേഹമാണ്. ഒരു ഭക്ഷണത്തിലൂടെയാണ് ദൈവം മനുഷ്യനിൽ നിന്ന് അകന്നു പോയെങ്കിൽ, സ്വന്തം ശരീരമെന്ന ഭക്ഷണത്തിലൂടെ ദൈവം നമ്മളെ ക്രിസ്തുവിൽ മുഖാന്തരം ദൈവത്തോട് അടുപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ഭയം മാറ്റി നമ്മളിൽ ദൈവം സ്നേഹമാണ് എന്ന ബോധ്യമാണ് യേശു ക്രിസ്തു ജനിപ്പിച്ചത്. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? രക്ഷ. ഭയം നീങ്ങി സ്നേഹം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി ദൈവത്തെ ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ദൈവത്തെ എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ നമുക്ക് ധൈര്യപൂർവം സ്നേഹിക്കാം. ദൈവത്തിന്റെ കൃപാസനത്തിന്റെ മുൻപാകെ ധൈര്യപൂർവം വരാം. ഈ പ്രക്രിയ രണ്ട് വിധത്തിലാണ് ഞാൻ പാപത്തെ വിശദീകരിച്ചത്. ഒന്ന്, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലുള്ള യഹൂദന്മാരുടെ പരമ്പരാഗതമായ ധാരണ. രണ്ടാമത്, ഏദൻ തോട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ. ഇനി ഞാൻ 3 വാക്കുകളാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. ഒന്ന്, നീതീകരണം. 2, വിശുദ്ധീകരണം. 3, മഹത്വീകരണം. ഇത് 3ഉം യേശുക്രിസ്തു ഉപയോഗിച്ച വാക്കുകളല്ല. അത് വളരെ ശ്രദ്ധിക്കണം. ഇത് പൗലോസ് അപ്പോസ്തലന്റെ, യേശുക്രിസ്തു ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. യേശുക്രിസ്തു തന്റെ ശരീരവും തന്നെ അപ്പവും രക്തവും എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, ഇത് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ളതാണ്. യേശുക്രിസ്തു ഇത്രയൊക്കെ പറഞ്ഞുള്ളൂ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ വന്നപ്പോഴത്തേക്ക് യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം സാധിച്ച കാര്യങ്ങൾ വളരെ താത്വികമായി വിശകലനം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം സാധിച്ച രക്ഷ, അതിന് നൽകുന്ന വിശദീകരണമാണ് ഈ 3 വാക്കുകൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണം യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പൗലോസിന് നൽകേണ്ടി വരുന്നത്? ഇതറിയണമെങ്കിൽ പൗലോസും പത്രോസും തമ്മിലുള്ള തർക്കം കൂടെ നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായത്തിൽ യെരൂശലേം സുന്നഹദോസിൽ വെച്ച് പൗലോസ് അപ്പോസ്തലനും പത്രോസും തമ്മിൽ ഒരു തർക്കമുണ്ടാവുന്നു. അതൊരൊറ്റ വിഷയത്തെ സംബന്ധിച്ച. എന്താണ്? പരിച്ഛേദന വേണോ വേണ്ടയോ? പത്രോസ് പറയുന്നത് പരിച്ഛേദന, രക്ഷിക്കപ്പെടുവാൻ പരിച്ഛേദന ആവശ്യമാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, രക്ഷ പരിച്ഛേദനയിലൂടെ അല്ല, രക്ഷ വിശ്വാസത്താലാണ്. അതുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം പൗലോസ് അപ്പോസ്തലൻ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്ക് അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകുന്നത് പൗലോസും പത്രോസും തമ്മിലുള്ള തർക്കത്തിന്റെ കോണ്ടെക്സ്റ്റിൽ വേണം മനസ്സിലാക്കാൻ. എന്താണ് അവർ തമ്മിലുള്ള തർക്ക വിഷയം? വിശ്വാസത്തിന് അല്ലെങ്കിൽ രക്ഷയ്ക്ക് പരിച്ഛേദന അത്യാവശ്യമാണെന്ന് പത്രോസും അതാവശ്യമില്ലെന്ന് പൗലോസും. പൗലോസ് പറയുന്നു, രക്ഷിക്കപ്പെടുവാൻ പരിച്ഛേദന ആവശ്യമില്ല. രക്ഷിക്കപ്പെടുവാൻ എന്തു മതി? വിശ്വാസം മതി. ഇത് പറയാനാണ് പൗലോസ് ഈ 3 കാര്യങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത്. ഒന്ന്, എന്താണ് നീതീകരണം? ഈ നീതീകരണത്തിനാണ് വിശ്വാസത്തിന്റെ, രക്ഷയുടെ
ഭൂതകാലം, ദ പാസ്റ്റ് ടെൻസ് ഓഫ് സാൽവേഷൻ. ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ഈസ് ഹോളി ആൻ ആക്ട് ഓഫ് ഗാഡ്. അത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 15 നമ്മൾ വായിക്കുന്നു, ദൈവം ക്രിസ്തുവിൽ നമ്മെ തന്നോട് നിരപ്പിച്ചു. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം സാധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്ന അവസരങ്ങളിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ നാം ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. പൗലോസ് പറയുന്നു, ഒരുവൻ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ അവൻ എന്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു? ഈ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് മാമോദീസായിലൂടെ നാം പ്രവേശിക്കുന്നത്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും എന്നാ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് സ്നാനത്തിലൂടെ നമ്മളെല്ലാവരും എന്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു? രക്ഷയിലേക്ക്. ഇനിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. കാരണം രക്ഷയ്ക്ക് വേണ്ടിയതെല്ലാം പുത്രനിലൂടെ പിതാവായ ദൈവം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി മാമോദീസായിലൂടെ അല്ല രക്ഷ, പരിച്ഛേദനയിലൂടെയും അല്ല രക്ഷ, യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ് രക്ഷ. ഇത് എന്നേക്കുമായി സകല മാനവജാതിക്കും വേണ്ടി, സകല രക്ഷയ്ക്കും വേണ്ടി ദൈവം കാൽവറിയുടെ മുകളിൽ ചെയ്തു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? സകല മനുഷ്യരും യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. ക്രിസ്ത്യാനികൾ അല്ലാത്തവർ പോലും രക്ഷിക്കപ്പെട്ടവരാണ്. കാരണം യേശുക്രിസ്തു മരിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധയോടെ ഞാൻ ഈ പറയുന്നത് കേൾക്കണം. മുഴുവൻ കേട്ടിട്ടേ ഒരു വിലയിരുത്തലിലേക്ക് പ്രവേശിക്കാവൂ. എല്ലാ മനുഷ്യരും, സകല സൃഷ്ടിയും എന്നാ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന വാക്ക്. സകല സൃഷ്ടിയെയും അവിടെ എവിടെയെങ്കിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടോ ക്രിസ്ത്യാനികളെ ദൈവം യേശുക്രിസ്തുവിലൂടെ തന്നോട് നിരപ്പിച്ചു? എവിടെയെങ്കിലും പറയുന്നുണ്ടോ യഹൂദന്മാരെ ദൈവം യേശുക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു? അവൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, സകലത്തെയും ദൈവം ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. അപ്പോൾ ജസ്റ്റിഫൈ ചെയ്യാത്ത, നീതീകരിക്കപ്പെടാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. നമ്മളെല്ലാവരും രക്ഷയുടെ 1-ാമത്തെ ഘട്ടം കഴിഞ്ഞവരാ. അതുകൊണ്ട് വീണ്ടും ഇനി 1-ാമത്തെ സ്റ്റേജിലേക്ക് പോയി വീണ്ടും ഒരു സ്നാനം കൂടെയൊക്കെ ഏറ്റ് വീണ്ടും വിശ്വാസമൊക്കെ ഏറ്റുപറഞ്ഞ് വീണ്ടും രക്ഷിക്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത് 2000 വർഷങ്ങൾക്കപ്പുറത്ത് സകല സൃഷ്ടിയെയും തന്നോട് നിരപ്പിക്കുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനെ കാൽവറിയിൽ ബലി കൊടുത്തതാ. എല്ലാ മനുഷ്യരും എന്തു കഴിഞ്ഞു? രക്ഷയുടെ 1-ാം ഘട്ടം കഴിഞ്ഞവരാ. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തതായി ആരും ഇവിടെ ഇല്ല. നമ്മളെല്ലാവരും എന്തു ചെയ്തു? രക്ഷയുടെ 1-ാം ഘട്ടം കഴിഞ്ഞു. കാരണം അതെവിടെ പൂർത്തിയായി? 2000 വർഷങ്ങൾക്കപ്പുറത്ത് കാൽവറിയിൽ പൂർത്തീകരിക്കപ്പെട്ട. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടോ എന്ന് ഇടയ്ക്ക് ചോദിക്കുന്നവനെ കുനിച്ചു നിർത്തി ഇടിക്കണം. കാരണം മണ്ടത്തരം പറയുന്നതിന് എന്താ ശേഷം പറയുന്നു? രക്ഷയുടെ 1-ാം ഘട്ടം കഴിഞ്ഞതാണ്. രക്ഷിക്കപ്പെടാത്തതായി ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. കാരണം അവൻ മരിച്ചത് ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടിയോ, ഏതെങ്കിലും ഒരു ജാതിക്ക് വേണ്ടിയോ, ഏതെങ്കിലും ഒരു മതത്തിനോ വേണ്ടിയല്ല. യേശു കാൽവറിയിൽ പരമയാഗമായി മാറിയത് സകല സൃഷ്ടിക്കും വേണ്ടിയാ. അവൻ സകല സൃഷ്ടിയുടെയും പാപത്തിന് വിലയാ എവിടെ കൊടുത്തത്? കാൽവറിയിൽ കൊടുത്തത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഇവിടെ ആർക്കും സംശയമുണ്ടാകേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് സകല സൃഷ്ടിയെയും അവൻ പിതാവിനോട് നിരപ്പിക്കാൻ കാരണം? ദൈവത്തിന്റെ നീതിയാണ് രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. അതുകൊണ്ട് ഈ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, നീതീകരണം എന്ന് പറയുന്നത് ഈസ് റൂട്ടഡ് ഇൻ ദ റൈച്ചസ്നെസ് ഓഫ് ഗാഡ്.
ദൈവത്തിന്റെ നീതിയിലാണ് എന്തടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? നീതീകരണം. അത് മനുഷ്യന്റെ നീതിയിലല്ല. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, the righteousness of God is a righteousness that surpasseth all the human understanding. അത് മനുഷ്യന്റെ യുക്തിയെ കവിയുന്ന നീതിയാണ്. ഇത് യേശു കർത്താവ് തന്നെ തന്റെ ഉപമകളിലൂടെ വളരെ 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 കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണാതെ പോയ ആടിനെ കുറിച്ചൊരു ഉപമയാണ്. 100 ആടുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം കാണാതെ പോയി. അപ്പോൾ ഇടയൻ എന്തു ചെയ്തു? കാണാതെ പോയ ആടിനെ 99നെയും വിട്ടേച്ച് കാണാതെ പോയതിന്റെ പുറകെ പോയി. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ പള്ളിയിൽ VBS ഡയറക്ടറായിട്ട് പോയി. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ പുള്ളി അതും ചെയ്യുമോ? ജീവിച്ചു പോണ്ടേ? അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അന്ന് ഈ കഥയാണ് ഞാൻ അവരോട് പിള്ളേരോട് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ, എന്തുകൊണ്ടായിരിക്കും ഈ 99 ആടിനെയും വിട്ടിട്ട് ഈ കാണാതെ പോയ ഒരെണ്ണത്തിന്റെ പുറകെ പോയത്? അപ്പൊ അവിടെ ഒരു മിടുക്കൻ ചെറുക്കനുണ്ട്. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ അത് ഇത്രയും നാളായിട്ടും അറിയത്തില്ലേ? ഞാൻ പറഞ്ഞില്ല മോനെന്ന് പറഞ്ഞേ. അച്ഛാ, അത് വളരെ ലളിതമാ. ആ കാണാതെ പോയതിന് മാത്രമേ കറവയുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാ പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ അച്ഛന്മാരും തിരുമേനിമാർക്കും ഒക്കെ കറവയുള്ള പശുക്കളോടാണ് താല്പര്യം, ആടിനോട്. അതുകൊണ്ട് 99നെയും വിട്ടിട്ട് കറവയുള്ള ആടിന്റെ പുറകെ പോകും. അത് മനുഷ്യന്റെ യുക്തി. ദൈവത്തിന്റെ നീതി കവിയുന്ന നീതിയാണ്. ഇത് നമുക്ക് മനസ്സിലാവില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിൽ കുറച്ച് വേലക്കാരെ വിളിക്കുന്നുണ്ട്. 9-ാം മണി നേരം, 12-ാം മണി നേരം, 3-ാം മണി നേരം, 6-ാം മണി നേരം എല്ലാവർക്കും എന്തു കൊടുത്തു? ഒരേ കൂലി കൊടുത്തു. എല്ലാവർക്കും ഒരേ കൂലി കൊടുത്തപ്പോൾ ഈ തൊഴിലാളികൾ പരാതി പറയുകയാണ്, ഇതെന്തൊരു നീതികേടാ. അപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? 9-ാം മണി നേരത്ത് വന്നവനും 6-ാം മണി നേരത്ത് വന്നവനും ഒരേ കൂലി കൊടുക്കുന്നതാണ് ദൈവനീതി. അതുകൊണ്ട് രക്ഷയുടെ 1-ാം ഘട്ടം എന്ന് പറയുന്നത് നീതീകരണമാണെങ്കിൽ, ജസ്റ്റിഫിക്കേഷൻ ആണെങ്കിൽ, റെക്കൺസിലിയേഷൻ അല്ലെങ്കിൽ അനുരഞ്ജനമാണെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയാണ്. അതെവിടെ പൂർത്തിയായി? 2000 വർഷങ്ങൾക്കപ്പുറത്ത് എന്ത് സംഭവിക്കുന്നു? സകല സൃഷ്ടിയും നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ സകല സൃഷ്ടിയെയും നീതീകരിക്കുന്ന ഈ കാര്യത്തിന് പൗലോസ് അപ്പോസ്തലൻ 2 വാക്കുകൾ വളരെ സർവ്വസാധാരണയായി ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് യാഗം, എക്സ്പിയേഷൻ. 2 വീണ്ടെടുപ്പ് അഥവാ റിഡംഷൻ. അതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ട വാക്കുകളാണ്, ഞാനത് വിടുകയാണ്. അപ്പോ ഞാൻ ഇതുവരെ പറയാൻ ശ്രമിച്ചത്, രക്ഷ സകല മനുഷ്യനും സകല സൃഷ്ടിയും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. കാരണം സകല സൃഷ്ടിയെയും 2000 വർഷങ്ങൾക്കപ്പുറത്ത് യേശു ക്രൂശിൽ രക്ഷിച്ചു. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത ഒരാൾ പോലും ഇവിടെ ഇല്ല. അത് രക്ഷയുടെ 1-ാം ഘട്ടം. അതുകൊണ്ട് നമ്മളെല്ലാം എന്ത് കഴിഞ്ഞു? അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. കാരണം എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടത് ആര് ചെയ്തു? യേശു കുരിശിൽ ചെയ്തു. 2000 വർഷങ്ങൾക്കപ്പുറത്ത് കാൽവറിയുടെ മുകളിൽ അവൻ സകല സൃഷ്ടിയെയും പിതാവായ ദൈവത്തോട് നിരപ്പിച്ചു. വി ആർ ഓൾ ജസ്റ്റിഫൈഡ്. പക്ഷേ രക്ഷ ഇവിടെ പൂർത്തിയാവുന്നില്ല. ഇതെന്ത് മാത്രമാണ്? ഇത് 1-ാം ഘട്ടം. അതുകൊണ്ട് ആരെങ്കിലും നമ്മളോട് വന്ന് ചോദിക്കുക, രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടു. ഇനി രക്ഷയുടെ 2-ാം ഘട്ടം, അതാണ് വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. ഇത് ഈ ലോക ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ രക്ഷയ്ക്ക് ഒരേ സമയം എന്തുണ്ട്? ഒരു ഭൂതകാലമുണ്ട്, വർത്തമാനകാലമുണ്ട്, ഭാവി കാലമുണ്ട്. ഭൂതകാലം കഴിഞ്ഞു, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടു.
അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. എല്ലാം ആര് ചെയ്തു? ദൈവം യേശു ക്രിസ്തുവിൽ ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന, ഈ പള്ളിയിൽ ഇരിക്കുന്ന എല്ലാവരും, നിങ്ങൾ മാത്രമല്ല, പള്ളി വരാത്തവനും മാമോദിസ ഏക്കാത്തവനും ദൈവത്തെ തള്ളിപ്പറയുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. ബട്ട് ദാറ്റ് ഈസ് ഓൺലി സ്റ്റേജ് 1. നൗ വി മൂവ് ഓൺ ടു സ്റ്റേജ് 2. അതാണ് എന്തെന്ന് പറയുന്നത്? വിശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ. ഇതിനാണ് ഇൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, ക്രിസ്തുവിൽ ആവുക. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. പൗലോസ് അപ്പോസ്തലൻ എന്താണ് വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നത്? വിശുദ്ധീകരണം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. ഒന്ന്, 2000 വർഷങ്ങൾക്കപ്പുറത്ത് പിതാവായ ദൈവം എന്റെ രക്ഷയ്ക്കു വേണ്ടി ചെയ്തതിനെ ഞാൻ ഏറ്റുപറയുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും എന്നാലേ എന്തുള്ളൂ? രക്ഷ. അതുകൊണ്ട് 2000 വർഷങ്ങൾക്കപ്പുറത്ത് യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നും അവൻ സകല സൃഷ്ടിയെയും തന്നോട് നിരപ്പിച്ചു എന്നും പറഞ്ഞതുകൊണ്ട് രക്ഷയുടെ 1ാം ഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. 2ാം ഘട്ടമുണ്ട്. ദാറ്റ് ഈസ് ദ പ്രസന്റ് ടെൻസ്. അപ്പോൾ 1ാം ഘട്ടം ആരുടെ ചുമതലയായിരുന്നു? അത് ദൈവത്തിന്റെ ചുമതലയാണ്. ദൈവം അത് യേശു ക്രിസ്തുവിൽ നിർവഹിച്ചു. 2ാം ഘട്ടം അത് പൂർണ്ണമായും നമ്മുടെ ഉത്തരവാദിത്വം. So all that is required for the salvation of humankind was done on Calvary. Now what we need to do is to respond to the very act of salvation that you find on Calvary in faith. അതുകൊണ്ട് വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കുന്നത് മാമോദീസായിലൂടെയാണ്. മാമോദീസായിലൂടെ രക്ഷയുടെ 2ാം ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇതിനാണ് വിശുദ്ധീകരണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കണം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ രക്ഷയുടെ ഏത് ഘട്ടത്തിലാണ്? 2ാം ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നാരെങ്കിലും ഒക്കെ പറയുന്നെങ്കിൽ അത് വേദപുസ്തകപരമായി ശരിയല്ല. കാരണം നമ്മളിപ്പോൾ എന്തിൽ മാത്രമേ ആയിട്ടുള്ളൂ? 2ാം ഘട്ടം, അത് വിശുദ്ധീകരണമാണ്. ഇനിയും എന്താണ് ഈ വിശുദ്ധീകരണ ഘട്ടത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ? യേശുക്രിസ്തുവിലൂടെ ദൈവത്തോട് നമ്മെ താൻ അനുരഞ്ജിപ്പിച്ചു എന്ന് പറയുകയും അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നില്ലെങ്കിൽ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു എന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞാൻ പറയുന്നതിന് നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കരുത്. ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും നിങ്ങൾക്കായി തരും. അപ്പോൾ എന്തു പറഞ്ഞാ തരുന്നത്? ഇത് കർത്താവിന്റെ ശരീരം. നിങ്ങളത് യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി വിശ്വാസത്തിൽ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും, അത് വെറും അപ്പവും വീഞ്ഞുമാണ്. എന്നാൽ നിങ്ങൾക്കത് കർത്താവിന്റെ ശരീരവും രക്തവുമാണ്. കാരണം നിങ്ങളത് കൈക്കൊള്ളുന്നത് എന്തിലാണ്? വിശ്വാസത്തിലാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാതെ രക്ഷയുടെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഞാൻ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് രക്ഷയുടെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. ഇത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട് എന്നൊക്കെ പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം, രക്ഷിക്കപ്പെടാൻ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. അതാര് ചെയ്യേണ്ടതാണ്? ദൈവം ചെയ്തു. അതാരിലൂടെ? യേശുക്രിസ്തു. നമ്മൾ രക്ഷയുടെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവരാ. കാരണം നമ്മൾ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയുന്നു. ഇനിയും യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ വാട്ട് ഷുഡ് ഹാപ്പൻ അറ്റ് ദിസ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് സാൽവേഷൻ വിച്ച് ഐ കോൾ സാങ്ക്ടിഫിക്കേഷൻ? അതിന് ഏറ്റവും നല്ലത് പൗലോസ് അപ്പോസ്തലനെ തന്നെ ശ്രദ്ധിക്കുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ
പഴയതെല്ലാം കഴിഞ്ഞുപോയി. പിന്നെ എന്താണ്? നമ്മൾ എന്തായി മാറുന്നു? ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്ഷയെ ഏറ്റുപറയുകയും വിശ്വാസത്തിൽ അതിനെ കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിൽ കണ്ട മനുഷ്യനായി നാം രൂപാന്തരപ്പെടുകയാണ്. അപ്പോൾ എന്താണ് രക്ഷയുടെ രണ്ടാം ഘട്ടത്തിൽ സംഭവിക്കേണ്ടത്? യേശുക്രിസ്തുവിൽ കണ്ട മനുഷ്യത്വത്തിലേക്ക്, യേശുക്രിസ്തു നമുക്ക് കാണിച്ച മനുഷ്യത്വത്തിന്റെ മാതൃകയിലേക്ക് നാം വളരുകയാണ്. യേശുക്രിസ്തുവിലായി കഴിയുമ്പോൾ, യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ, യു വിൽ സീ തിങ്സ് ഡിഫറന്റ്ലി. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എ ചേഞ്ച് ഇൻ പെർസ്പെക്റ്റീവ്. So how do you know that you are in the second stage of salvation? Just check your perspectives. So unless your faith changes your perspectives and priorities, you are not in the second stage of salvation. നമ്മളെല്ലാവരും വിശുദ്ധീകരണത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്കാണ്. പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിലായപ്പോൾ പറയുന്നത് എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന രസകരമായിരിക്കുന്ന ഒരു കാര്യം, ഈ പൗലോസ് അപ്പോസ്തലന്റെ പ്രശംസാ വിഷയങ്ങളൊക്കെ മാറുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം ചെയ്ത കാര്യങ്ങളോട് വിശ്വാസത്തിൽ നാം പ്രതികരിക്കുമ്പോൾ നമ്മുടെ പ്രശംസാ വിഷയങ്ങൾ തന്നെ മാറും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? ഞാൻ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവനാ. ഞാൻ വിശ്വവിഖ്യാതനായ യഹൂദ റബായി ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവനാ. ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച പരീശനാ. പക്ഷേ ക്രിസ്തു നിമിത്തം ഞാൻ ഇതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. അതുകൊണ്ട് ലോകം വിലയുള്ളതെന്ന് കരുതുന്ന കാര്യങ്ങൾ, ലൗകിക മനുഷ്യന്റെ അഭിമാന വിഷയമായിരിക്കുന്ന കാര്യങ്ങൾ, അവന്റെ പാരമ്പര്യം, അവന്റെ കുടുംബ മഹിമ, അവന്റെ ജാതി മഹിമ, ഇതിനെയൊക്കെ ചപ്പെന്നും ചവറെന്നും എണ്ണാത്തവൻ ക്രിസ്തുവിലല്ല. നമ്മുടെ പ്രശംസാ വിഷയങ്ങൾ എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്റെ പാരമ്പര്യം നോക്കിയാൽ ഞാൻ വലിയ പാരമ്പര്യത്തിൽപ്പെടുന്നവനാണ്. ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാ, അത് സാധാരണ കാര്യമല്ല. ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാ. എന്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഞാൻ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവനാ. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും. ക്രിസ്തു നിമിത്തം ചപ്പെന്നും ചവറെന്നും ഞാൻ എണ്ണുന്നു. ഇന്ന് ലോകം ചപ്പെന്നും ചവറെന്നും പറയുന്ന കാര്യങ്ങൾ നമുക്ക് പ്രശംസാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടവന്റെ പ്രശംസാ വിഷയങ്ങൾ എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ പ്രശംസിക്കുന്നെങ്കിൽ അതെന്തിൽ മാത്രമായിരിക്കും? അത് ക്രൂശിൽ മാത്രമായിരിക്കും. നിങ്ങളുടെ പ്രശംസാ വിഷയങ്ങൾ കണ്ടാൽ അറിയാം. നിങ്ങളുടെ സൗന്ദര്യം, കല്യാണത്തിന് കിട്ടിയ സ്ത്രീധനം, അമ്മായിപ്പനെ ഞെക്കിപ്പഴിപ്പിച്ച് വാങ്ങിച്ച സ്വർണം, എന്താ പ്രസംഗ വിഷയം? എന്താ പ്രശംസാ വിഷയം? ക്രിസ്തുവിലായാൽ ഒത്തിരി കാര്യങ്ങളെയും ചപ്പെന്ന് പറയാൻ, ചവറെന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൽ കണ്ട മനുഷ്യത്വത്തിലേക്ക്, വിശുദ്ധീകരണത്തിലേക്ക് വളരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ദമസ്കോസിൽ വെച്ച് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാ, ഇനി പഴയതെല്ലാം. ഞാൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശു കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് എന്റെ വിദ്യാഭ്യാസം, എന്റെ പാരമ്പര്യം, ഇതൊക്കെ എനിക്ക് വലിയ വിഷയമായിരുന്നു. എന്നാൽ ഞാൻ ദമസ്കോസ്, ഓൺ മൈ വേ ടു ഡമാസ്കസ്, അറ്റ് ദ ത്രെഷോൾഡ് ഓഫ് ഡമാസ്കസ് ഐ മെറ്റ് മൈ സേവിയർ. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയുകയും ലൗകികന്മാരുടെ പ്രശംസാ വിഷയങ്ങളിൽ അഭിരമിക്കുകയും ചെയ്യുന്നത് രക്ഷിക്കപ്പെട്ടവന് ഭൂഷണമല്ല. നാട്ടിൽ കുടുംബയോഗങ്ങൾ ഒത്തിരിയുണ്ട്. ഏത് കുടുംബയോഗത്തിന് പോയാലും അവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്,
തോമസ് അപ്പോസ്തലൻ വന്നപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് കളക്ട് ചെയ്തത് എൻ്റെ വല്യപ്പനായിരുന്നു എന്ന് പറയുന്നവരാ. അയ്യോ, ഞാൻ കുടുംബയോഗത്തിന് പോകുന്ന അങ്ങ് നിർത്തി. എന്താ പറയുന്നത്? തോമസ് അപ്പോസ്തലനെ എയർപോർട്ടിൽ നിന്നും, അന്നേ ഇന്നോവ കാർ ഉണ്ടായിരുന്നു എൻ്റെ അമ്മായിയമ്മയ്ക്ക്, ഇന്നോവ കാറിൽ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നത്. സഹോദര, ഇതാണോ നിന്റെ പ്രശംസാ വിഷയം? ക്രൂശിലല്ലാതെ മറ്റെന്തെങ്കിലും പ്രശംസിക്കുന്നെങ്കിൽ നീ രക്ഷയുടെ രണ്ടാം ഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ടവനല്ല എന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് നീ രക്ഷയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ക്രിസ്തുവിൽ ലോകത്തിന്റെ പ്രതാപം, ലോകത്തിന്റെ മഹത്വത്തെ ചപ്പെന്നും ചവറെന്നും കാണാൻ കഴിയാത്തവൻ രക്ഷയുടെ രണ്ടാം ഘട്ടത്തിൽ, വിശുദ്ധീകരണത്തിൽ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം? ലോകത്തിന്റെ മഹത്വങ്ങളെ, ലോകത്തിന്റെ പ്രതാപങ്ങളെ, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു. ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ എന്നിൽ ക്രിസ്തു ജീവിക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളെയും ചപ്പെന്നും ചവറെന്നും പറയാൻ കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രശംസാ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ചിലർക്ക് പ്രശംസാ വിഷയം അവരുടെ വല്യപ്പൻ ബ്രാഹ്മണനായിരുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഈ കുടുംബചരിത്രമൊക്കെ വായിച്ചിട്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അത്ഭുതം. ഞാൻ ചോദിക്കുന്നത്, ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവൻ എങ്ങനെ പറയാൻ കഴിയും എൻ്റെ വല്യപ്പൻ ബ്രാഹ്മണനായിരുന്നു? കാരണം ഞാൻ വിശ്വസിക്കുന്ന ഈ പുസ്തകം പറയുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ ആണും പെണ്ണുമായി. ഇതല്ലാതെ മറ്റൊന്നും ഈ പുസ്തകം പറയുന്നില്ല. നമ്മുടെ മഹത്വം ബ്രാഹ്മണ പാരമ്പര്യത്തിൽ, നമ്മുടെ മഹത്വം സെന്റ് തോമസ് അപ്പോസ്തലനെ എയർപോർട്ടിൽ നിന്ന് ഇന്നോവ കാറിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു എന്നതിലാണ്. നമ്മുടെ പ്രശംസാ വിഷയങ്ങൾ നാം രക്ഷയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിന്റെ തെളിവാണ്. വെൻ യു ആർ ഇൻ ക്രൈസ്റ്റ് യു സീ തിങ്സ് ഡിഫറൻ്റ്ലി. നിങ്ങൾ ഉസ്താദ് ഹോട്ടൽ, പിള്ളേരെ നുണന്നിരിക്കാൻ വേണ്ടി പറഞ്ഞ ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതോ നിങ്ങൾ ജീസസ് ക്രൈസ്റ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ? 10 Commandments, മോസസ്, എക്സോഡസ്. ഉസ്താദ് ഹോട്ടലിൽ എന്റെ നായകനാരാ? ലൂസിഫറോ? ദുൽഖർ സൽമാൻ. 2 കൊരിന്ത്യർ 5:17 എന്ന് പറഞ്ഞു. Second Corinthians 5:16. നാളെ വരുമ്പം 3 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വരണം കേട്ടോ. ആവട്ടെ, എഴുതിക്കൊണ്ട് വരണ്ട മോനെ, 5 പ്രാവശ്യം എഴുതിക്കൊണ്ട് വന്നാൽ മതി. അവിടെ ദുൽഖർ സൽമാന്, പുള്ളി ഒരു ഷെഫാണ്. പാരീസിൽ പോകണമെന്നാണ് ആഗ്രഹം. കഥ ചുരുക്കി പറയാം, കാരണം നിങ്ങളൊരു 6 പ്രാവശ്യം കണ്ടിട്ടുള്ളതായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം, അവൻ എന്താവണം? പാരീസിൽ പോകണം, ഒരു ഷെഫ് ആവണം. പക്ഷെ അവന്റെ അപ്പൻ അവനെ വിടില്ല. പാസ്പോർട്ട് കയ്യിൽ വെച്ചിരിക്കുക. അപ്പോൾ ഒരു ദിവസം ഇവൻ വളരെ വിഷമിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പൂപ്പായുടെ അടുക്ക പോവാണ്. അങ്ങനെ തിലകൻ നടത്തുന്ന ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന അവിടെ വരും. അവിടെ വല്യപ്പൻ്റെ ഉപ്പൂപ്പായുടെ കൂടെ ഒക്കെ ഇങ്ങനെ ജീവിക്കാം. അപ്പോൾ ഒരു ദിവസം ഉപ്പൂപ്പ പറഞ്ഞു, ഞാൻ ഇച്ചിരി പൈസ തരാം, നീ അത് തഞ്ചാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടു കൊടുക്കണം. ഇവൻ ബസ്സിലൊക്കെ കയറി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ മനുഷ്യനെ കണ്ടു. നേരം ഒത്തിരി വൈകി. അപ്പോൾ നായകനായ ദുൽഖറിനോട് പറഞ്ഞു, നാളെ രാവിലെ പോകാം, ധൃതിയില്ലെങ്കിൽ ഞാൻ രാവിലെ ഒരിടത്ത് വരെ പോവും, എൻ്റെ കൂടെ ഒന്ന് വരുന്നത് സന്തോഷമായിരിക്കും. ഈ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് ഈ തഞ്ചാവൂർ താമസിക്കുന്ന മനുഷ്യൻ്റെ കൂടെ യാത്രയായി. വണ്ടിയിൽ നിറയെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ആഹാര സാധനങ്ങളാണ്. എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ച് ദുൽഖർ ഈ വണ്ടിയിലിരിക്കുക. ഇവരിങ്ങനെ യാത്ര പോവുകയാണ്. യാത്ര പോയി ഒരു ട്രാഫിക് ജംഗ്ഷനിൽ വന്നു. സാമാന്യം നല്ല സമയമുള്ളത് കൊണ്ട് അവരിങ്ങനെ നിർത്തി. വെറുതെ പുറത്തോട്ട് നോക്കിയപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന തഞ്ചാവൂരൻ പറഞ്ഞു, നീ ആ മനുഷ്യനെ കണ്ടോ? അപ്പോൾ ദുൽഖർ ഈ വണ്ടിയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ സാമാന്യം തരക്കേടില്ലാതെ നന്നായി വസ്ത്രമൊക്കെ ധരിച്ച ഒരു മനുഷ്യൻ. എന്നിട്ട് ഈ തഞ്ചാവൂകാരൻ പറഞ്ഞു, ദാറ്റ് മാൻ
ചേഞ്ച്ഡ് മൈ ലൈഫ്. അപ്പോൾ ചോദിച്ചു, ഒന്നും മനസ്സിലായില്ല, അതെന്താണ്? ഇതുപോലെ ഒരു ദിവസം ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിലെ CEO ആയിരുന്നു, വലിയ ഉദ്യോഗസ്ഥനാണ്. ഞാൻ എൻ്റെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്, ശീതീകരിച്ച കാറാണ്. ഒരു ട്രാഫിക് ജംഗ്ഷനിൽ വന്നു. ഐ വാസ് ഹാവിങ് മൈ ബർഗർ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. ബർഗറും ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഐ ജസ്റ്റ് ലുക്ക്ഡ് ത്രൂ ദ വിൻഡോ ആൻഡ് ഐ സോ ദാറ്റ് മാൻ ഈറ്റിംഗ്. എന്താ സംഭവിക്കുന്നത്? സ്വന്തം വികൃതനും വിരൂപനുമായ മനുഷ്യൻ സ്വന്തം അമേദ്യം ഭക്ഷിക്കുന്ന കാഴ്ച. Then he asked himself, why do I live? ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? And that man changed my life. When you are in Christ, you see things differently. നിനക്ക് CEO ആയിരിക്കുന്നതും വലിയ ശമ്പളം വാങ്ങിക്കുന്നതുമാണ് അഭിമാന വിഷയമെങ്കിൽ ക്രിസ്തുവിലാകാൻ ഇനി കുറെ സമയമെടുക്കും. If you are in Christ, let me repeat, you see things differently. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഇത് വളരെ വ്യക്തമാണ്. സക്കായിയുടെ കഥ എന്താ പറയുന്നത്? സക്കായി യേശുവിനെ വീട്ടിലേക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചു. But the very moment he stepped into Zacchaeus' house, you see there is a reprioritization in Zacchaeus' life. അതുവരെ അവന്റെ ജീവിതത്തിന്റെ എല്ലാം പണമായിരുന്നു. എന്നാൽ ക്രിസ്തു അവന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അവൻ പറയുന്നു, ഞാൻ അന്യായമായി എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങ് തിരികെ കൊടുക്കുന്നു. When you are in Christ, ക്രിസ്തുവിലായി കഴിയുമ്പോൾ പലതിനെയും ചപ്പെന്നും ചവറെന്നും എണ്ണാൻ നമുക്ക് സാധിക്കണം. ഇത് എളുപ്പമല്ല. കുറെ നാളുകൾക്ക് മുൻപ് ഒരു ലോട്ടറി കച്ചവടക്കാരനെ കുറിച്ച് ഒരു ഉപമയുണ്ടായിരുന്നു, ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അയാളൊരു സാധാരണക്കാരനായ ലോട്ടറി കച്ചവടക്കാരനാണ്. സ്ഥിരമായി അദ്ദേഹത്തിൽ നിന്നും ലോട്ടറി വാങ്ങുന്ന ഒരു മനുഷ്യനുണ്ട്. അന്നത്തെ ദിവസം അദ്ദേഹത്തെ കണ്ടില്ല. അപ്പൊ തന്റെ സുഹൃത്തിനെ കാണാത്തത് കൊണ്ട് വിളിച്ചു. കണ്ടില്ലല്ലോ, അപ്പൊ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ലോട്ടറി വാങ്ങിച്ചില്ലല്ലോ, നീ ഒരെണ്ണം കീറി അവിടെ വെച്ചേരെ. പിറ്റേ ദിവസം പത്രത്തിൽ നോക്കിയപ്പോൾ 2 കോടി രൂപ ഈ കീറി വെച്ച ലോട്ടറിക്ക് അടിച്ചു. നിങ്ങളാണ് എന്തോ ചെയ്തേനെ. 2 കോടി എന്ന് കേട്ടപ്പോൾ തന്നെ പലരും ഫെയിന്റ് ചെയ്യാൻ തുടങ്ങി. ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? കീറി വെച്ച ലോട്ടറി തന്റെ സുഹൃത്തിന് വേണ്ടി കീറി വെച്ചതാ. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, നിനക്ക് വേണ്ടി ഞാൻ കീറി വെച്ച ലോട്ടറി ആണ് 2 കോടി രൂപ. ലോകത്തിൽ അവന് വേണ്ടി മാറ്റിവെച്ചതാണ് ആ ലോട്ടറി എന്നറിയാവുന്നത് ദൈവവും ലോട്ടറി കച്ചവടക്കാരനും മാത്രമാണ്. That is what happens when you are in Christ. You become a miracle. And we are after miracle. നമ്മൾ അത്ഭുതങ്ങളുടെ പിറകെ പോവുകയാണ്. എന്നാൽ ക്രിസ്തുവിലാകുമ്പോൾ നീ ഒരു അത്ഭുതമാവും. ക്രിസ്തുവിലാകുമ്പോൾ നിന്റെ പ്രശംസാ വിഷയങ്ങൾ മാറും. നീ തന്നെ എന്തായി മാറും? ഒരത്ഭുത വിഷയമായി മാറും. We are called not to perform miracle but to be a miracle. നമ്മൾ അത്ഭുതങ്ങൾ കാണിക്കാൻ വിളിക്കപ്പെട്ടവരല്ല, നമ്മൾ സ്വയം ഒരത്ഭുതമാകാൻ വിളിക്കപ്പെട്ടതാ. ദൈവത്തിന് സ്തോത്രം. ഇതാണ് പൗലോസ്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇതാണ് എന്ത് സംഭവിക്കുന്നത്? ക്രിസ്തുവിൽ ആയി കഴിയുമ്പോൾ സംഭവിക്കുന്നത്. ക്രിസ്തുവിലായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ തിരുവല്ല ജംഗ്ഷനിൽ ഞാനും എൻ്റെ മമ്മിയും എൻ്റെ സഹോദരനും കൂടെ അവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. പെട്ടെന്ന് ജോൺ ഫിലിപ്പച്ചൻ വരുന്നു. ജോൺ ഫിലിപ്പച്ചന് നേരത്തെ തന്നെ അറിയാം, അച്ഛൻ ആണ് വീട്ടിൽ കല്യാണത്തിൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം വന്ന് കൊച്ചമ്മ ആ സാരിയിൽ നിന്ന് ഇതിൻ്റെ ഈ സൂത്രമൊക്കെ എന്താ അതെല്ലാം വലിച്ചൂരി ചുറ്റി എല്ലാം കെട്ടി അതിന് മിന്നിനുള്ള ആ കുരുക്ക് റെഡിയാക്കി കൊടുത്തത് ആരാണ്? നമ്മുടെ ജോൺ ഫിലിപ്പച്ചൻ്റെ കൊച്ചമ്മയാണ്. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അവന് 2 പെൺപിള്ളേരാ, ഒരാളെ അച്ഛൻ കെട്ടിച്ചേക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അച്ഛൻ അറിയത്തില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ അമ്മയുണ്ട്, ഞാനുണ്ട്, എൻ്റെ അനിയനുണ്ട്. ഞാൻ ജോൺ ഫിലിപ്പച്ചനെ കാണുമ്പോൾ പറയും, അച്ഛാ ഇത് ഞങ്ങളുടെ മമ്മിയാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതെന്റെ സഹോദരനാണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ്?
ഞങ്ങളുടെ മമ്മി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നവൻ എൻ്റെ സഹോദരനാവും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ദൈവത്തെ എന്തെന്ന് വിളിക്കാം? പിതാവേ. സ്വർഗസ്ഥനായ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു കഴിയുമ്പോൾ സകലരും നമുക്കാരായി മാറും? സഹോദരങ്ങൾ. ഇപ്പൊ ചിലർ പറയും എല്ലാവരും ദൈവത്തിന്റെ മക്കളാണോ? ഞാനൊരു സംശയം ചോദിക്കട്ടെ. എനിക്ക് എത്ര സഹോദരങ്ങളുണ്ടെന്ന് എൻ്റെ അപ്പനാണോ എനിക്കാണോ നല്ലതായിട്ട് അറിയാവുന്നു? അപ്പൊ എൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു അഭിപ്രായം. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു കഴിയുമ്പോൾ, ഞാൻ എൻ്റെ അപ്പനെ അപ്പ എന്ന് വിളിച്ചു കഴിയുമ്പോൾ, എൻ്റെ അപ്പന് ജനിച്ച എല്ലാവരും എനിക്ക് സഹോദരങ്ങളാ. ഈ ഭൂമിയിൽ സകലത്തെയും ദൈവം സൃഷ്ടിച്ചതാ. ഇതൊരു ചെറിയ കാര്യമല്ല. ക്രിസ്തുവിൽ സകലരും നമുക്ക് ആരായി മാറുന്നു? സഹോദരങ്ങളായി മാറുക. അതുകൊണ്ടാണ് ഈ വിശുദ്ധനായ ഫ്രാൻസിസ് സൂര്യനെയും ചന്ദ്രനെയും സഹോദരങ്ങളെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എൻ്റെ വിചാരം, ഈ യോഹന്നാന്റെ സ്നാനത്തിന്റെ സമയത്ത്, ഞാൻ പരുമലയിൽ നിന്ന് വരുന്ന ആളാണ്, തലവടി. പരുമലയിൽ ഒരു കഥയുണ്ട്. ഈ കഥയാണ്, എനിക്കത് നേരിട്ട് അറിഞ്ഞുകൂടാ. ഈ പരുമല തിരുമേനിയുടെ ദേഹത്ത് ഈ കിളികൾ വന്നിരിക്കുമെന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഈ വിശുദ്ധന്മാരായ മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ഒരു മണമുണ്ടാവും. ഈസ്റ്റേൺ ഓർത്തഡോക്സ് തിയോളജിയിൽ വളരെ ശക്തമായൊരു, അത് മൃഗങ്ങളെ പോലും കിളികളെ പോലും ആകർഷിക്കുന്നതാണ്. നമ്മുടെ തലേ കാക്ക കാഷ്ട വിടാൻ പോലും വരത്തില്ല. കാരണം ഈ അടിച്ചിരിക്കുന്ന സ്പ്രേയുടെ നമ്മുടെ ദേഹത്ത് നിന്നും വരുന്നത് വിശുദ്ധിയുടെ മണമല്ല, സ്പ്രേയുടെ നാറ്റമാണ്. അപ്പൊ ഇത് ആർഷഭാരതത്തിൽ വളരെ സ്വീകാര്യമായ കാര്യമാണ്. കാരണം പണ്ട് മഹർഷിമാരൊക്കെ കാട്ടിൽ പോയി തപസ് ചെയ്യും. ഒരൊറ്റ മഹർഷിയെയും ഇന്ന് വരെ പട്ടി കടിച്ചതായോ കടുവ പിടിച്ചതായിട്ടോ നമ്മൾ വായിക്കുന്നില്ല. കാരണം വന്യമൃഗങ്ങളെ പോലും ആകർഷിക്കാൻ വിശുദ്ധിക്ക് സാധിക്കും. ഇത് വേദവസവും പറയുന്നുണ്ട്. കർത്താവ് സ്നാനമേറ്റ് വെള്ളത്തിൽ നിറങ്ങി വന്നപ്പോൾ പ്രാവ് അവന്റെ മുകളിൽ. വിശുദ്ധരായ മനുഷ്യന്റെ ലക്ഷണമാണ്. മൃഗങ്ങൾ നമുക്ക് സഹോദരങ്ങളാകുന്നു, എല്ലാവരും നമുക്ക് കൂടപ്പുറപ്പുകളാകുന്നു. അവസാനിപ്പിക്കട്ടെ. നമ്മൾ രക്ഷയുടെ എന്ത് ഘട്ടത്തിലാ? രണ്ടാം ഘട്ടം. നാം ജനിക്കുന്നതിന് മുൻപേ എന്ത് കഴിഞ്ഞു? രക്ഷയുടെ ഒന്നാം ഘട്ടം. ഈ ജീവിതകാലത്ത് നാം എന്തിലാണ്? രക്ഷയുടെ രണ്ടാം ഘട്ടം. പൂർത്തിയായില്ല, ഒന്നുകൂടെയുണ്ട്. അതാണ് മഹത്വീകരണം. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി എനിക്കുള്ളത് മഹത്വീകരണമാണ്. ഇതാണ് ദൈവമക്കളുടെ പ്രത്യാശ. അതുകൊണ്ട് ഒന്നാം ഘട്ടവും മൂന്നാം ഘട്ടവും ആരുടെ ചുമതലയാ? ദൈവത്തിൻ്റെതാ. രണ്ടാം ഘട്ടം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നല്ലതാണെങ്കിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ഒരിക്കൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നാം എല്ലാം രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നറിയാൻ നെഗളിക്കാൻ സമയമായിട്ടില്ല. വിധി വരാനിരിക്കുന്നതേയുള്ളൂ. നമുക്കുള്ളത് ഒരു പ്രത്യാശയാണ്. ചില ആളുകളൊക്കെ പറയും, ഞാൻ സ്വർഗത്തിൽ കാണുമെന്ന് ഉറപ്പായിട്ട് കൈവെക്കും. തീരുമാനിക്കാൻ വരട്ടെ. ഇതാര് തീരുമാനിക്കേണ്ട കാര്യമാണ്? നിങ്ങൾക്ക് പറയാം, എനിക്ക് പ്രത്യാശയുണ്ട്, ദൈവം അവിടെ എന്നെ ചേർക്കും. കാരണം വിധി വരുന്നതിന് മുൻപ് ഇതായിരിക്കും വിധി എന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല. എന്നാൽ എനിക്ക് പ്രത്യാശയുണ്ട്. കാരണം എൻ്റെ ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ്. എന്തുകൊണ്ടാണ് ഞാൻ നിത്യതയിൽ കാണപ്പെടുമെന്ന് വിശ്വസിക്കുന്നത്? എൻ്റെ യോഗ്യത കൊണ്ടല്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം കരുണയുള്ളവനാ. അതുകൊണ്ട് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടുവെന്ന് പറഞ്ഞ് അധികം നിഗളിക്കുന്നെങ്കിൽ നിൽക്കട്ടെ. രക്ഷയ്ക്ക് ഇനി എന്തുകൂടുണ്ട്? ഒരു ഘട്ടം കൂടെയുണ്ട്. പണ്ട് ഷൈനി വിൽസൺ 800 മീറ്ററിൽ ഓടി ഏഷ്യാഡിൽ ഒന്നാമത് ഫിനിഷ് ചെയ്തു. എല്ലാവരും വിചാരിച്ചു അവൾക്കായിരിക്കും ഫസ്റ്റ് എന്ന്. പക്ഷേ വിധി വന്നപ്പോൾ ഷീ ഈസ് ഡിസ്ക്വാളിഫൈഡ്. അധികം നിഗളിക്കണ്ട, അഹങ്കാരം വേണ്ട. തമ്പുരാൻ വിധി പറയാനിരിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. രക്ഷയുടെ രണ്ടാം ഘട്ടത്തിൽ മാത്രമാണ് നാം നിൽക്കുന്നത്.
ഇനി ഒന്നുകൂടുണ്ട്. അത് തമ്പുരാൻ കരുണ കാണിച്ചാൽ, ആദ്യത്തേത് എന്തായിരുന്നു? ദൈവത്തിന്റെ കരുണ കൊണ്ട് സാധിച്ചതാ. രണ്ടാമത്തേതും ദൈവത്തിന്റെ കരുണയിൽ സാധിക്കുന്നതാ. മൂന്നാമത്തേതും അതുകൊണ്ട് ദൈവം കരുണ തോന്നിയാൽ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ആടുകളെ രണ്ടായിട്ട് തിരിക്കുന്നു, ചിലരെ ഇടത്തും ചിലരെ വലത്തും. അപ്പോൾ ചില ആളുകൾ, അത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിലും കർത്താവ് പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഒരുത്തനുമല്ല, പിന്നെ എന്താണ്? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. അപ്പോൾ ചില ആളുകൾ വന്ന് പറഞ്ഞു, ഞങ്ങൾ നിന്റെ നാമത്തിൽ വീര്യ പ്രവർത്തിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗങ്ങളെ പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഇത് ചെയ്തു അത് ചെയ്തു. വലിയ കുറെ ക്രെഡൻഷ്യൽസ് നിരത്തി. കർത്താവ് അവരോട് പറയുന്നത് എന്താണെന്നറിയോ? എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്നല്ല, അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഐ നെവർ ന്യൂ യു. ഞാൻ നിങ്ങളെ ഒരു നാളും. അതുകൊണ്ട് ദൈവത്തിന് അറിയാമെന്നൊക്കെ പറഞ്ഞ് രക്ഷിക്കപ്പെടുന്ന, രക്ഷയുടെ 2-ാം ഘട്ടത്തിൽ പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് അഹങ്കാരത്തിനോ നിഗളത്തിനോ ഇടമില്ല. കർത്താവ് കരുണ കാണിച്ചാൽ, അതുകൊണ്ട് പ്രശംസിക്കുന്നെങ്കിൽ എന്തിൽ മാത്രം? കർത്താവിന്റെ കരുണയിൽ മാത്രം. അതുകൊണ്ട് നമുക്ക് ഇനി ഒരു ഘട്ടം കൂടെയുണ്ട്. നിങ്ങൾക്കറിയാം, ഈ അടുത്തിടെയും ലണ്ടൻ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ കിട്ടിയ നമ്മുടെ ഗുസ്തിക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് ഞാനങ്ങ് മറന്നു. നിങ്ങൾക്ക് പള്ളിയിലെ ഗുസ്തിക്കാരെ മാത്രമേ അറിയുള്ളൂ, ഞാൻ ഈ ഒളിമ്പിക്സിലെ ഗുസ്തിയുടെ കാര്യം പറഞ്ഞു. ഏതാ മോനെ? അല്ല, ലണ്ടൻ ഒളിമ്പിക്സിൽ ഒരാൾക്കൊരു ബ്രോൺസ് മെഡൽ കിട്ടിയല്ലോ. യോഗേശ്വർ ദത്ത്. ജനറൽ നോളജ് ഒക്കെ ഉള്ളവരുണ്ട്, ഒരു മിഠായി വാങ്ങിച്ചു കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഈ ഓട്ടമെല്ലാം കഴിഞ്ഞ് 1ാമത് ടെസ്റ്റ് വന്നാൽ പോലും ഒരു ടെസ്റ്റ് ഉണ്ട്, അതിന് ഡോപ്പിംഗ് ടെസ്റ്റ് എന്നാ പറയുന്നത്. അത് തമ്പുരാൻ നടത്തിയിട്ടില്ല, അതിനി നടത്താൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ആര് വിധി പറയട്ടെ? ദൈവം അവൻ വിധിക്കുന്നതിന് മുൻപ് ആരെയും വിധിക്കരുത്. ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് രക്ഷയെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ആവർത്തിക്കട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടു. ഇനി അതിനെക്കുറിച്ച് ഒരു സംശയം വേണ്ട. ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്നാൽ അതൊന്നുകൂടെ പറയണം, ഞാനിപ്പോൾ എവിടെയാണ്? വിശുദ്ധീകരണത്തിലാണ്. ഇനി എനിക്കൊന്നുകൂടുണ്ട്. അതെന്താണ്? മഹത്വീകരണം. നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ് ഇതുവരെ? യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവം നമ്മളെ തന്നോട് നിരപ്പിച്ചു. ഇതിനെ പൗലോസ് അപ്പോസ്തലൻ 3 പദങ്ങളിലൂടെയാണ് വിശദീകരിക്കുന്നത്. ഒന്ന് ജസ്റ്റിഫിക്കേഷൻ, അത് നീതീകരണം. അത് ദൈവം തന്റെ കരുണയാൽ 2000 വർഷങ്ങൾക്കപ്പുറത്ത് ചെയ്തു കഴിഞ്ഞു. 2ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത് വിശുദ്ധീകരണമാണ്. അതിന് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയണം. യേശു ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മുടെ പ്രശംസാ വിഷയങ്ങൾ മാറും, നമ്മുടെ കാഴ്ച മാറും, കാഴ്ചപ്പാടുകൾ മാറും. 3ാമത് വിശുദ്ധീകരണം കഴിഞ്ഞാൽ ഇനി എന്തുകൊണ്ട്? മഹത്വീകരണം. നമ്മളെല്ലാവരും മഹത്വീകരണത്തിന് വേണ്ടി നോക്കി പാർക്കുന്നവരാ. എന്താണ് മഹത്വീകരണത്തിൽ സംഭവിക്കുന്നത്? അതാണ് നാളെ രാത്രി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? അത് നാളെ രാത്രി പറയാം. നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.